Start A very warm good morning to one and all. Today we have the third section of discourse series hosted by IQAC of Little Flower College, Guruvayur. I wish to extend my warm welcome to our dear principal, Reverend Sister Dr. Gisma Teres. Welcome, Sister, to the session. We are blessed to have the resource person, Ms. CBOS, Assistant Professor on Contract, Department of Botany, Little Flower College, Guruvayur, to handle the session. On behalf of everyone present here, I welcome you, Ms. Next, I would like to welcome each and every participants to the third session of discourse. I invite Ms. CBOS for the presentation. Good morning. On behalf of Department of Botany, today I am discussing about indoor plants. ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ശ്രീരഞ്ജിനി മിസ് ആണ്, ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ HOD. അപ്പൊ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് എന്താണെന്നും ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ വീടുകളിൽ ഗ്രോ ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ചും പോട്ട്സിനെ കുറിച്ചും കൊക്കഡാമ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഒരു ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക, എന്നോട് സഹകരിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് കൂടുതലാക്കാം എന്നുള്ളതിനുപരി ഇറ്റ് വിൽ ക്രിയേറ്റ് എ റിഫ്രഷിംഗ് വൈബ് ഇൻ അവർ റൂംസ്. നമ്മുടെ വീടുകളിലെ ഒരു റിഫ്രഷിംഗ് വൈബ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then, according to studies, plants can help in purifying the air that we breathe as they increase the amount of oxygen and absorb toxins. അപ്പൊ നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ഏരിയയിലുള്ള ടോക്സിൻസിനെ അബ്സോർബ് ചെയ്തുകൊണ്ടുമാണ്, മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, then next Dutch researchers have discovered in 2008 that hospital patients who have plants in their rooms have lower level of stress than the other patients who do not have one. Okay, so patients ന്റെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാന്റ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് 2008 ഒരു ഡച്ച് റിസർച്ചേഴ്സ് ഡിസ്കവറി ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസ്കവറി പറയുന്നത് വിത്ത് ഓൺലി 3 varieties ഓഫ് പ്ലാന്റ്സ് വി ക്യാൻ ഗ്രോ അവർ ഓൺ ഫ്രഷ് എയർ, ദറ്റ് ഈസ് ഇൻഡോർസ് ടു കീപ് us ഹെൽത്തി. അപ്പൊ നമ്മുടെ വീടുകളുടെ ഇൻഡോർ റീജിയൻ ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, then we have to decide on a good location of our choice. നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ എവിടെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മേക്ക് ഷുവർ യു ചൂസ് plants that suit the location where you wish to place. Then do pick up only those plants that grow well in shades or in indoors. The best part of these plants is when required they can be moved indoors even if they are planted outside. അപ്പൊ ഇൻഡോർസിലെ സ്യൂട്ടബിൾ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ മാത്രമേ നമ്മൾ സെലക്ഷനിൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, then ഇനി റൈറ്റ് പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം. That is, we have to remember that the plant we choose will suit your location and space. നമ്മുടെ ലൊക്കേഷനും നമ്മുടെ സ്പേസിനും കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം.
ദെൻ അപ്പൊ ബാൽക്കണി ഒക്കെയാണ് ബ്യൂട്ടിഫുൾ ആക്കുന്നതെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളൊക്കെ യൂസ് ചെയ്യാം. ആ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ നമുക്ക് സിംഗിൾ ഓർക്കിഡ് പ്ലാന്റ്സിനെ നമുക്ക് ഗ്രോ ചെയ്യിക്കാം. ഓക്കെ, if there is a window box in your new apartment, then hang flowering plants to brighten up the entire space. ഇപ്പൊ അപ്പാർട്ട്മെന്റുകളിലൊക്കെ നമുക്ക് ഇപ്പൊ കൂടുതലും ഫ്ലാറ്റുകളിൽ ഉള്ളതാണ് നമ്മുടെ ടീച്ചേഴ്സ്, വളരെ കുറച്ചു പേരൊക്കെയാണ് വീടുകളിലുള്ളവര്. ഫ്ലാറ്റുകളിലുള്ളവർക്ക് പ്രത്യേകിച്ചും, വീടുകളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ന്യൂ അപ്പാർട്ട്മെന്റുകളിലൊക്കെ വിൻഡോ ഒക്കെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ഇന്റീരിയർ പ്ലാന്റ്സ് ഓർ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് നാച്ചുറലി അഡാപ്റ്റഡ് ടു ടിപ്പിക്കൽ ഇന്റീരിയർ പ്ലാന്റിംഗ് കണ്ടീഷൻസ്. അപ്പൊ ഇന്റീരിയർ പ്ലാന്റിംഗ് കണ്ടീഷൻസിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ്. സോ നമുക്ക് കുറച്ച് പ്ലാന്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. The first one is Dumpkin. Its binomial is Dieffenbachia amoena. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ലൈറ്റ് കണ്ടീഷൻസ്, വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ, ഫെർട്ടിലൈസർ, അതെല്ലാം ഓരോ പ്ലാന്റ്സിനും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഷെയ്ഡിനെ പ്രിഫർ ചെയ്ത് ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ള, ദാറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ ഗ്രോ ചെയ്യാത്തതും ഇൻഡയറക്റ്റ് ലൈറ്റിനെ എന്താ പറയാ അഡാപ്റ്റഡും ആയിട്ടുള്ള ടൈപ്പ് പ്ലാന്റ്സിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവ് വാട്ടറിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ സോയിൽ, ഫാസ്റ്റ് ഡ്രെയിനിങ് സോയിൽ ആണ് നമ്മുടെ പോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ടെമ്പറേച്ചർ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ഏവറേജ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ്. നമുക്ക് ഇൻഡോർസിലെ മെജോറിറ്റി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ആവറേജ് റേഞ്ചിലാണ് ഉണ്ടാവുക. ദെൻ ഫെർട്ടിലൈസർ, നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. നമ്മൾ 20-20, അതായത് നമ്മള് ഫാക്ടം ഫോസ് 20-20-20 എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 20-20-20 സോഡിയം, പൊട്ടാസ്യം, നൈട്രജൻ, അതിന്റെ കോൺസെൻട്രേഷനിലാണ് നമ്മൾ 20-20 എന്ന് മെൻഷൻ ചെയ്യണത്. അപ്പൊ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ പീസ് ലില്ലി, നമ്മുടെ കോൺവെന്റിലൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. ബൈനോമിയൽ ആയിട്ട് എന്റെ ജനേറ പറയുന്നത് സ്പാത്തിഫില്ലം എന്നാണ്. പീസ് ലില്ലി ആണ്. Peace lily is an indoor plant with dark leaves and curvy white flowers. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. നല്ല ഗ്രീൻ ഡാർക്ക് ലീവ്സ് ആണ്. Then it grows easily even in low light and moisture. അപ്പൊ ലോ ലൈറ്റിലും മോയിസ്ചറിലും ഈസി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റും കൂടെയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. ഓക്കെ, then it can eliminate several chemicals and compounds like ammonia, benzene, formaldehyde, trichloroethylene and so more. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നമ്മുടെ ഇൻഡോറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് അമോണിയ, ദെൻ ബെൻസീൻ, ഫോമാൽഡിഹൈഡ്, ട്രൈക്ലോറോഎത്തിലീൻ. ഒരുവിധം പ്ലാന്റ്സ് എല്ലാം തന്നെ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസിനെ അബ്സോർബ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്രോട്ടൺ വെറൈറ്റി ആണ്, കോഡിയം വേരിഗേറ്റം. കോമൺ ആയിട്ട് വീടുകളിലൊക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ്. നമ്മൾ ശരിക്കും ഔട്ട്ഡോറിലെ ഗാർഡൻസിൽ സാധാരണ ഈ പ്ലാന്റ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ക്രോട്ടൺ എന്ന് പറയുന്നത് യൂഫോർബേസി ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ അതിലും ലൈറ്റ് വാട്ടർ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാന്റ്സിനെ പോലെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ ടെമ്പറേച്ചറിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് കുറച്ച് എബവ്, റൂം ടെമ്പറേച്ചറിനേക്കാൾ എബവ് ടെമ്പറേച്ചർ ആണ് കുറച്ചും കൂടി ഈ ഒരു പ്ലാന്റിനെ സർവൈവ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫെർട്ടിലൈസർ. നോർമലി ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പെല്ലറ്റ്സ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ആ പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പൊ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആവുമ്പോൾ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ഐവി, ദറ്റ് ഈസ് ഹെഡീറ ഹെലിക്സ് എന്നാണ് ബൈനോമിയല്. ബൈനോമിയല് ഇപ്പൊ ഞാനൊരു ബോട്ടണി ആയതുകൊണ്ടാണ് ഞാൻ ബൈനോമിയലും കൂടെ പറയുന്നത്. നമുക്ക് ബൈനോമിയല് എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വരില്ല, എന്നാലും ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്നത് ഒരു ക്ലൈംബിംഗ് സ്പീഷീസ് ആണ്. ഇപ്പൊ ഗ്രീൻ ലീവ്ഡ് ആണ്, നമുക്ക് ആ ചിത്രത്തില് കാണാലോ, ക്ലൈംബിംഗ് വെറൈറ്റി ആണ്.
ദെൻ മീഡിയം സൺലൈറ്റിൽ തന്നെ നമുക്ക് ഇതിനെ ഗ്രോ ചെയ്യാം. നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലാന്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. ദറ്റ് ഈസ് ക്ലോറോഫൈറ്റം കോമോസം. അപ്പൊ ഇതിന്റെ കണ്ടീഷൻസും നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ളത്. പിന്നെ പെസ്റ്റിനെ ഡിസീസിനെയൊക്കെ നമ്മൾ മീൻസ് പെസ്റ്റ് ആൻഡ് ഡിസീസ് അറ്റാക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇൻഡോറിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്ലാന്റ്സിനെ നമുക്ക് വിത്തൗട്ട് എനി ഡാമേജ് ഓർ ഇൻഫെക്ഷൻ നമുക്ക് കെയർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ക്ലൈംബർ. ദറ്റ് ഈസ് എപ്പിപ്രീനം ഓറിയം എന്നാണ് ബൈനോമിയല്. ഇതിന് ഗോൾഡൻ പോത്തോസ് എന്നാണ് പറയുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ലീഫാണ്, ഹാർട്ട് ഷേപ്ഡ് ലീഫാണ്. ഇത് ക്ലൈംബിംഗ് സ്പീഷീസ് ആണ് പോത്തോസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ എലിമിനേറ്റ് ഫോമാൽഡിഹൈഡ് ഫ്രം ദി എയർ. ഇത് നമ്മളെ കിച്ചണിലും അതുപോലെ തന്നെ ലിവിംഗ് റൂംസിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈഗർ എലോ വാരിഗേറ്റ എന്നാണ് ബൈനോമിയൽ ആയിട്ട് വരുന്നത്. ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ദറ്റ് ഈസ് സ്റ്റണ്ണിങ് സെക്കുലന്റ് സ്പെസിമൻ ആണ്. സ്റ്റണ്ണിങ് മീൻസ് ഷോർട്ട് ആയിട്ടുള്ള, അത്ര മാത്രം ഗ്രോത്ത് ഓവറായിട്ട് ഗ്രോത്ത് വരാതെ ഒരു കുഞ്ഞു പ്ലാന്റ് ആയിട്ട് തന്നെ അത് സർവൈവ് ചെയ്യും നമ്മുടെ പോട്ടില്. അതുപോലെ അതിന് നല്ല ഫ്ലവേഴ്സ്, ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇൻഡോറിലാണെങ്കിൽ കൂടി ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് വെറൈറ്റി കൂടെയാണ്. അതിന്റെ ലീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റോസെറ്റി ലീഫ് ലൈക്ക് അപ്പിയറൻസ് ആണ്. ക്ലസ്റ്റർ ആയിട്ടാണ് ലീഫുകൾ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു സ്ട്രയേഷൻസ് ഉള്ളത് കൊണ്ടാണ് ടൈഗർ എന്നുള്ള ഒരു നെയിം കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്നേക്ക് പ്ലാന്റ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ വീടിൽ നോർമലി അമ്മായിമനാക്ക് എന്നാണ് ഇതിന് പറയുക. ബൈനോമിയൽ സാൻസിവീറിയ ട്രൈഫാസിക്കേറ്റ എന്നുവെച്ചാൽ പണ്ട്, ഇപ്പോഴത്തെ അമ്മായിമ്മമാർ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ അമ്മായിമ്മമാർക്കൊക്കെ ഭയങ്കര നാക്കായിരുന്നു മീൻസ് അമ്മായിമ്മമാരും മരുമക്കളുടെ ഒരു വട്ടം കറക്കുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ അമ്മായിമ്മ നാക്ക് എന്ന് വിളിച്ചത് എന്ന് വെച്ചാൽ ഇത്തിരി ബ്രോഡ് ആൻഡ് ടങ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ സ്ട്രോങ് ഷാർപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്നേക്ക് പ്ലാന്റിനെ മദർ ഇൻ ലോസ് ടങ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രൈപ്ഡ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഇത് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ദെൻ ഈ വൈറ്റ് ഓർ യെല്ലോ എഡ്ജസ് ആണ് ഈ പ്ലാന്റ്സിനുള്ളത്. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്, ആ ലീഫിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബേർഡ്സ് നെസ്റ്റ് ഫോൺ ദറ്റ് ഈസ് ആസ്പ്ലീനിയം നിഡുസ്. ഇതൊരു ടെറിഡോഫിറ്റിക് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് മോയിസ്ചർ കണ്ടന്റ് ഒരുപാട് ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അതായത് ഇതിന് ജംഗിളിലാണ് നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുക. ഫോറസ്റ്റിലാണ് നോർമലി ഈ ടൈപ്പ് ടെറിഡോഫൈറ്റ്സ് ഉണ്ടാവുക. ആസ്പ്ലീനിയൻ നിഡുസ് അഥവാ ബേർഡ്സ് നെസ്റ്റ് ഫോൺ എന്ന് പറയുന്നതിന് ഹയസ്റ്റ് ഹ്യൂമിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ സോയിൽ എന്ന് പറയുന്നത്, അതിന്റെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഗുഡ് കമ്പോസ്റ്റ് ആയിരിക്കണം. ദറ്റ് ഈസ് വളരെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സോയിൽ ആയിരിക്കണം നമ്മൾ ഈ ബേർഡ്സ് നെസ്റ്റ് ഫോണിന് ഇൻഡോറിൽ ഗ്രോ ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അത് ദറ്റ് ഈസ് ലൂസ് റിച്ച് ഓർഗാനിക് കമ്പോസ്റ്റ് ആയിരിക്കണം സോയിലില് ഉണ്ടായിരിക്കേണ്ടത്. ദറ്റ് ഈസ് അപ്പോൾ ഡ്യൂറിങ് ഗ്രോയിങ് സീസൺ ഫെർട്ടിലൈസർ വീക്ക്ലി ഓർ ബൈ വീക്ക്ലി നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ദറ്റ് ഈസ് ബേർഡ്സ് നെസ്റ്റ് ഫോണിന് കൊടുക്കേണ്ടത്. ഇതിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ടൈഗറിന്റെ കേസ് പറഞ്ഞ പോലെ ഇതില് നമുക്ക് ഫ്ലവേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ല. Then next rubber plant ആണ് Ficus elastica. That is, these rubber plants usually have white deep green, നല്ല dark green ആണ്. Then it have also a glossy appearance. നല്ല ഷൈനിങ് ആയിട്ടുള്ളതാണ് അതിന്റെ
ലീഫിന്റെ സർഫസ് എന്ന് പറയുന്നത്. ലീഫിന്റെ സർഫസ് വളരെ ഷൈനിങ് ആണ്. So it is also look very beautiful. Okay, then this indoor plant cleans the air by removing toxins like formaldehyde, ammonia, then trichloroethylene and benzene. Okay, next arrowhead vine, that is സിൻഗോണിയം പോഡോഫില്ലം എന്ന് പറയുന്ന ഒരു ചേമ്പിന്റെ ഒരു അപ്പിയറൻസ് വരുന്ന, കൊളക്കേഷ്യയുടെ ഒരു അപ്പിയറൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, അതിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റില് ഗ്രോ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് മാത്രമല്ല ടെമ്പറേച്ചർ ഒരുപാട് ഹ്യൂമിഡ് കണ്ടീഷൻസിലാണ് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സർവൈവ് ചെയ്യുന്നത്. ദെൻ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഹിയർ ഓൾസോ വി യൂസ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈസിലി അബ്സോർബിൾ ബൈ ദ റൂട്ട് സിസ്റ്റം ഓഫ് ഇൻഡോർ പ്ലാന്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്രസീനയാണ്. ഡ്രസീനയുടെ 2-3 വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. Then Dracaena is a large group of indoor plants that come in a variety of colors. പല കളറിലെ പല ഷേപ്പിലെ അതിന്റെ ലീവ്സ് വരുന്നത് കൊണ്ട് തന്നെ it is more attractive as a indoor plant. It favors low humidity. Low humidityയിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. സോ സോയിൽ എന്ന് പറയുന്നത് മോയിസ്ചർ കണ്ടന്റ് മാക്സിമം ഉള്ള സോയിൽ ആയിരിക്കണം നമ്മൾ ഡ്രസീന പ്ലാന്റിനെ ഇൻഡോറില് ഗ്രോ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാർലർ പാം ലൈക്ക് അപ്പിയറൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പാർലർ പാം എന്ന് പറയുന്നത്. ഇതിലെ ലൈറ്റിന്റെ ആവശ്യം ഇല്ല. ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ ഇൻഡോറിൽ നമുക്ക് ഗ്രോ ചെയ്യിക്കാം. ഓക്കെ, ദെൻ വാട്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സ്ലൈഡ്സിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സോട് കൂടിയിട്ടുള്ള വാട്ടർ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഓവർ വാട്ടറിംഗ് ആൻഡ് കനോട്ട് ടോളറേറ്റ് ബീങ് വാട്ടർ ലോക്ഡ് ഓർ സിറ്റിംഗ് ഇൻ ദി സാച്ചുറേറ്റഡ് പോട്ടിംഗ് മിക്സ് എന്നാണ്. അതായത് വളരെ സെൻസിറ്റീവ് ആണ് വാട്ടറിങ്ങിനോട്. ദേ ആർ സെൻസിറ്റീവ് ടു ഓവർ വാട്ടറിങ്. കൂടുതലായിട്ട് വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ that is not good for the root system. Okay, then ഇവിടെ ഒരു പെസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് ലാസ്റ്റ് പോർഷനിൽ പറയുന്നുണ്ട്. ദറ്റ് ഈസ് ആഫിഡ്സ്, അതുപോലെ തന്നെ മീലി ബഗ്സ്, സ്കെയിൽ വൈറ്റ് ഫ്ലൈ, അവരുടെയൊക്കെ അറ്റാക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് കൂടെയാണ് പാർലർ പാം. ദറ്റ് ഈസ് വൾണറബിൾ ടു പെസ്റ്റ്സ് ആണ്. അപ്പൊ കെയറിങ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇൻഡോറിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു വെറൈറ്റി കൂടെയാണ് പാർലർ പാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അലോവേരയാണ്. കഴിഞ്ഞ വർഷം ബോട്ടണി ഡിപ്പാർട്ട്മെന്റില് ഞങ്ങളുടെ HOD ശ്രീരഞ്ജിനി മിസ്സും ഞങ്ങളെല്ലാം കൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ അലോവേര പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലോവേര ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെഡിസിനലി ആൻഡ് ഇൻഡോർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ് അലോവേര എന്ന് പറയുന്നത്. അന്നത്തെ അലോവേര പ്ലാന്റുകളെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സേഫ് ആയിട്ടും കെയർഫുൾ ആയിട്ടൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് it will absorb formaldehyde, carbon dioxide, carbon monoxide from the atmosphere and purify our indoors and നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡോർസും ഈ ഫോമാൽഡിഹൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒന്നും ഇല്ലാത്ത നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള ഒരു എയർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ. ഓക്കെ, one pot of aloe has resembling activity to that of 9 biological air cleansers. അതായത് എയർ ക്ലെൻസേഴ്സ് കൊണ്ട് നമ്മൾ എയർ പ്യൂരിഫൈ ചെയ്തതിനേക്കാൾ വളരെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആണ് നമ്മളൊരു അലോവേര പ്ലാന്റ് നമ്മുടെ ഇൻഡോറിൽ നമ്മൾ ഗ്രോ ചെയ്യിക്കുന്നത്. ഓക്കെ,
Then jade plant, that is Crassula. Crassula വളരെ സ്മോൾ ലീവ്സ് ആണെങ്കിലും നല്ല തിക്ക് ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഗ്ലോയിങ് ആണ്, ഷൈനി അപ്പിയറൻസ് ആണ്. ഈ ലീഫിന്റെ സ്ട്രക്ചർ തന്നെയാണ് അതിന് ബ്യൂട്ടിഫുൾ ആയി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഓൾസോ ഫുൾ സണ്ണിലായാലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ വിൻഡോന്റെ ഒക്കെ വളരെ നിയർ ആയിട്ട് തന്നെ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അതിനുണ്ടാവും. ദെൻ ഫെർട്ടിലൈസേഴ്സ് 20-20-20 ഫെർട്ടിലൈസർ നേരത്തെ കണ്ടീഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്ലാന്റിൽ മാത്രമല്ല, നമ്മൾ ഇൻഡോർസിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ നമ്മൾ ഒരുവിധം ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇല്ല, ഒരു കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ മെയിൻ്റെനൻസ്, നമ്മൾ വെറുതെ ഇൻഡോറിൽ പ്ലാന്റ്സ് വെച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ അതിനെ കാര്യമായി പരിപാലിക്കണം. അപ്പോ നമ്മുടെ സിത്താര മിസ്സിന്റെ വീട്ടിലും അതുപോലെ തന്നെ ശ്രീരഞ്ജിനി മിസ്സിന്റെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ശ്രീരഞ്ജിനി മിസ്സിന് ഫ്ലാറ്റ് ആയതുകൊണ്ട് അതാണ് ശ്രീരഞ്ജിനി മിസ്സിന് കൂടുതൽ സൗകര്യം. പക്ഷെ സിത്താര മിസ്സിന്റെ വീട്ടിൽ ഗാർഡൻ സൂപ്പറാണ്. ബാക്കി വീടുകളിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിലെ ഷൈജി മിസ്സിന്റെ വീട്ടിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ ഞാൻ ചിലപ്പോ നോക്കാറുണ്ട്. അപ്പോ നല്ല ഭംഗിയുള്ള പോട്ട്സിലൊക്കെ ആയിട്ട് ഇൻഡോർ പ്ലാന്റ്സിനെ വെച്ചിട്ടുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ കുറെ പേരുടെ വീടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ചൂസ് ദോസ് പ്ലാന്റ്സ് വിച്ച് നീഡ് ലോ മെയിൻ്റനൻസ്. അപ്പൊ അത്രമാത്രം മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത പ്ലാന്റ്സിനെയാണ് നമ്മൾ സെലക്ഷനിൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളൊരു പ്ലാന്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ചെയ്തു, ensure that the planter trays are being emptied and cleaned twice a week at least to avoid mosquitoes. നമുക്കറിയാം ഡ്രൈ ഡേയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ വാട്ടർ കണ്ടന്റിൽ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ മോസ്കിറ്റോസിന്റെ ലാർവേകളും മോസ്കിറ്റോസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഇൻഡോറിൽ നമ്മൾ വീട്ടില് നമ്മൾ ഇതുപോലെ പോട്ട്സ് ഒക്കെ വെച്ച് അതിൽ പ്ലാന്റിങ് ചെയ്ത് കഴിഞ്ഞാല് അതിൽ വരുന്ന ക്ലീൻ ചെയ്യണം. നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൽ എക്സസ് ആയി വരുന്ന വാട്ടർ, ഇപ്പൊ അടിയിലൊരു ട്രേ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേയിലൊക്കെ ഈ ഒരു വാട്ടർ എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണല്ലോ, ആ വാട്ടറിൽ മോസ്കിറ്റോസ് എഗ്സ് ലേ ചെയ്യാനും അതുപോലെ തന്നെ മോസ്കിറ്റോ നമ്മുടെ ഇൻഡോറിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇൻഡോഴ്സില് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിക്കാം. അപ്പൊ ട്വൈസ് എ വീക്ക് എങ്കിലും നമ്മൾ ഈ മോസ്കിറ്റോസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ പ്ലാന്റ്സിനെ ഒന്ന് കെയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ് ടു ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ വിത്തൗട്ട് എനി ഹെസിറ്റൻസ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഇൻഡോർ പ്ലാന്റ്സ് വിഷമൊന്നുമില്ലാതെ തന്നെ നന്നായി ഗ്രോ ചെയ്ത് നമുക്ക് ഒരു ഗുഡ് ഫീൽ നമ്മുടെ ഉള്ളില് ഉണ്ടാക്കി തരാനായിട്ട് അവർക്ക് കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, what are the environmental factors affecting plant growth? അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ലൈറ്റിന്റെ കേസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. മോസ്റ്റ് ഹൗസ് പ്ലാന്റ്സ് ആർ അണ്ടർ സ്റ്റോറി പ്ലാന്റ്സ്. ദാറ്റ് ഈസ് അണ്ടർ സ്റ്റോറി പ്ലാന്റ്സ് മീൻസ് ലൈറ്റ് വളരെ കുറവായിട്ടുള്ള തരത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കണം നമ്മൾ ഹൗസ് പ്ലാന്റ്സ്, അതായത് ഇൻഡോറിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി വാട്ടറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വാട്ടർ വെരി ട്രിക്കി, അതായത് വാട്ടർ ആ പ്ലാന്റിന് ഏത് ടൈപ്പ് പ്ലാന്റ് ആണോ നമ്മൾ ഇൻഡോറിൽ ഗ്രോ ചെയ്യിക്കുന്നത് ആ പ്ലാന്റിന്റെ ഗ്രോത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ റൂട്ട് സിസ്റ്റം ഒക്കെ ഡിസ്ട്രോയ് ചെയ്തു പോകും, അഴുകി പോകും. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമ്മുടെ വീട്ടില് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ദ ന്യൂട്രിയൻസിന്റെ കേസ് ആണെങ്കിൽ മാച്ച് ടു ദ നീഡ്സ് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ടൈം ഓഫ് ഇയർ. അതായത് വളർന്നു വരുന്ന കാലയളവിനനുസരിച്ച് കുഞ്ഞു പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ന്യൂട്രിയൻസേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അത് വളരുന്നതിനനുസരിച്ച്, അതാണ് ടൈം ഓഫ് ഇയർ, ആ പ്ലാന്റ് വലുതാകുന്നതിനനുസരിച്ച് അതിനാവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനാവശ്യത്തിനും സമയത്തിനും അനുസരിച്ചാണ് നമ്മൾ ന്യൂട്രിയൻസിനെ സെലക്ട് ചെയ്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നർത്ഥം.
Then temperature, then warmer days and cooler nights ആണ് കുറച്ചും കൂടെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവർ എയർ മസ്റ്റ് ബി ക്ലീൻ, ദാറ്റ് നോട്ട് ടു ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ആയിരിക്കരുത് നമ്മുടെ ഇൻഡോഴ്സിൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, നമ്മുടെ വീടുകളിലെ റൂമുകളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് മീൻ ചെയ്യുന്നത്. ദെൻ ക്ലീനിങ് പ്ലാന്റ് ലീവ്സ് lets in more light, that is the leaves will get dusty. നമുക്കറിയാം എന്ത് തന്നെയായാലും ഇൻഡോഴ്സിലെ നമ്മൾ എന്നും നമ്മുടെ ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യണതാണ്. എന്നും ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പൊ നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീടുകളിൽ പൊടി ഉണ്ട്. ആ പൊടി നമ്മുടെ പ്ലാന്റ്സിലും അതിന്റെ ലീവ്സിലെ സ്റ്റെമ്മിലൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പ്ലാന്റിന്റെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ലീഫുകള് വിൽ ഗെറ്റ് ഡസ്റ്റി ആയിട്ടുള്ള ലീഫുകള് നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, വാഷ് വിത്ത് വാം വാട്ടർ. വാം വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് തിളച്ച വെള്ളം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്, വളരെ ചൂട് കുറഞ്ഞ രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള വാം വാട്ടർ കൊണ്ട് സോഫ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ലീഫിനെ ക്ലീൻ ചെയ്താൽ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ദെൻ ഡോണ്ട് യൂസ് വാക്സ് പ്രോഡക്ട്സ് ഓർ മയോനൈസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വാക്സോ നമ്മൾ ലീഫിന്റെ മുകളിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് അതിന്റെ ഫോട്ടോസിന്തസിസും അതിന്റെ റെസ്പിറേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, then what about air quality? That is plants use carbon dioxide and oxygen. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Then air circulation is beneficial. അപ്പൊ നമ്മുടെ റൂമിലെ ഇൻഡോറിലാണ് എയർ സർക്കുലേഷൻ ഈസ് ബെനിഫിഷ്യൽ. അതായത് വാതിലും ജനലും വിൻഡോസും ഡോർസും ഒക്കെ ഓപ്പൺ ആയിരുന്നാൽ കുറച്ചും കൂടി എയർ സർക്കുലേഷൻ നമ്മുടെ ഇൻഡോഴ്സിലോട്ട് ഉണ്ടായിരിക്കും. Then gas leaks can kill plants. That is products of incomplete combustion, that is ethylene, can make house plants grow strangely or drop flower buds. ഇപ്പൊ നമ്മുടെ വീടുകളിലെ ഗ്യാസ് ലീക്ക് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി ഉണ്ടാകുന്ന സ്മോക്ക് ഒക്കെ ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു, ഇപ്പൊ ഫ്ലവറിങ് ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ പോട്ടില് നമ്മുടെ വീട്ടിലെ ഗ്രോ ചെയ്യിക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ ഒരു കണ്ടീഷൻ നമ്മുടെ വീടുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലവർ ബഡ്സ് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള, അപ്പൊ നമ്മൾ ഫ്ലവറിങ് ആണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലവേഴ്സിന്റെ എന്താ പറയാ ഡ്രോപ്പിംഗ് ആണ് ഈ ഒരു ലീക്കേജ് കൊണ്ട് ഉണ്ടാകുന്നത്. സോ ആ ഒരു എയർ എപ്പോഴും പ്യുവർ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻസെക്ട് പെസ്റ്റിന്റെ അറ്റാക്കിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ദെൻ പ്രൂൺ ദ വേർസ്റ്റ് ലുക്കിംഗ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മോശമായ രീതിയിലുള്ള, അതായത് ഇങ്ങനെ അഴുകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആയ രീതിയിലുള്ള, എന്താ പറയാ മെച്ചുവർ ആയിട്ട് ഫെയ്ഡിങ് സിറ്റുവേഷനിൽ, അതായത് ഇല പൊഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പൊ അത് വാടിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ ഗ്രീനിഷ്നെസ് ആ ഒരു പ്ലാന്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then spray plants with products that won't kill you or your pest. അപ്പൊ പെസ്റ്റിനെ കില്ല് ചെയ്യുന്ന സ്പ്രേ പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾക്ക് ദോഷകരമാവരുതെന്ന് മാത്രം. ദെൻ ഇൻസെക്ടിസൈഡൽ സോപ്സ് അല്ലെങ്കിൽ ഐവറി സോപ്പ് ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ആൽക്കഹോളിക് കണ്ടന്റ് വരുന്ന സ്പ്രേകൾ നമുക്ക് യൂസ് ചെയ്യാം, പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, then keep checking the plants because insect eggs are usually unaffected by sprays. ഇപ്പൊ നമ്മൾ സ്പ്രേ ചെയ്താലും ഇപ്പൊ കെമിക്കൽസ് നമ്മൾ പ്ലാന്റ്സിനെ ഇഞ്ചുറി വരാത്തതും ബട്ട് ഇൻസെക്ട്സിനെ കില്ല് ചെയ്യുന്നതും നമുക്ക് ഹാംഫുൾ അല്ലാത്തതുമായിട്ടുള്ള എന്താ പറയാ സ്പ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഈ സ്പ്രേ യൂസ് ചെയ്താലും ചിലപ്പോൾ ഇൻസെക്ടിന്റെ എഗ്സ് ആർ റെസിസ്റ്റന്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ സ്പ്രേ. ആ സ്പ്രേക്ക് റെസിസ്റ്റ് ചെയ്യുന്ന ഇൻസെക്ടിന്റെ എഗ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ എഗ്സ് ലീഫിന്റെ ലോവർ പോർഷനിലൊക്കെ ആയിരിക്കും എഗ്സ് ലേ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ആ ലീഫിനെ നമുക്ക് പ്ലക്ക് ചെയ്ത് കളയാം അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നമുക്ക് കളയാം. ഓക്കെ,
ദെൻ ഇനി നമ്മൾ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സ് പ്ലാന്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു ഗുഡ് കണ്ടെയ്നർ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഡോർ പ്ലാന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു യൂസ് സിറാമിക് planters available in vibrant colors vibrant ആയിട്ടുള്ള കളേഴ്സ് ഉള്ള പോട്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് മെറ്റൽ കണ്ടെയ്നേഴ്സ്, അതായത് യു ക്യാൻ ഓൾസോ ട്രൈ ദ മെറ്റൽ കണ്ടെയ്നേഴ്സ്. മെറ്റൽ കണ്ടെയ്നേഴ്സും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലെ നമുക്ക് കണ്ടെയ്നർ സെലക്ഷനിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, ദെൻ what is the best material for plant pots? Plant pots ആയിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽ ആണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. The two popular pot materials include terracotta and plastic. രണ്ട് മെറ്റീരിയൽസ് ആണ് കോമൺ ആയിട്ടുള്ളത്, ടെറാക്കോട്ടയും പ്ലാസ്റ്റിക്കും. The plastic options are lightweight, inexpensive and colorful. അപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ വെയിറ്റ് വളരെ കുറവാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, കളർഫുൾ ആണ്. അപ്പൊ നമുക്ക് ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്ലാന്റിന്റെ ഇതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉള്ള പ്ലാസ്റ്റിക് പോട്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ദേ ഓൾസോ റീറ്റെയിൻ മോർ വാട്ടർ വിച്ച് മീൻസ് ലെസ് വാട്ടറിങ്. അതായത് കുറച്ച് വെള്ളം കൊടുത്താൽ പോലും ആ വാട്ടർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യാൻ ഈ പ്ലാസ്റ്റിക് പോട്ട്സിന് കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, then plastic works well for hanging baskets and wall shelves plant. അപ്പൊ ഈ പ്ലാസ്റ്റിക് വർക്ക്സ് ഹാങ്ങിങ് ബാസ്ക്കറ്റിനായാലും ശരി, അതേപോലെ തന്നെ ഷെൽഫ് പ്ലാന്റ്സിലായാലും ശരി, പ്ലാസ്റ്റിക് വർക്ക്സ് ആണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, then you don't want the extra weight in this situation. അപ്പൊ നമുക്ക് എക്സ്ട്രാ വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പ്ലാസ്റ്റിക് പോട്ട്സിൽ വരുന്നില്ല എന്നർത്ഥം, ലൈറ്റ് ഇൻ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. Then terracotta is much heavier. അപ്പൊ വെയിറ്റ് കൂടിയ ഒരു മെറ്റീരിയൽ ആണ് ടെറാക്കോട്ട. വെയിറ്റ് കൂടിയത് മാത്രമല്ല, അതിന് കോസ്റ്റും വളരെ കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ്. പക്ഷെ മോർ ബ്യൂട്ടിഫുൾ പാറ്റേൺസ്, ഇപ്പൊ പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ളതിനേക്കാൾ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ടെറാക്കോട്ടയില് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനി however they are porous, so you may be watering a lot more often. അപ്പോൾ പ്ലാസ്റ്റിക് പോട്ട്സിലെ നേരത്തെ ഞാൻ പറയുണ്ടായി, നമുക്ക് വാട്ടറിങ് എന്ന് പറയുന്നത് വളരെ മിനിമം വാട്ടർ കൊടുത്താലും അതിൽ അത് റീറ്റെയിൻ ചെയ്യും ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെയല്ല. ടെറാക്കോട്ട മെറ്റീരിയലാണ് നമ്മൾ പോട്ട്സ് ആയിട്ട് സെലക്ട് ചെയ്യണതെങ്കിൽ അത് പോറസ് ആണ്, അതിൽ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വാട്ടറിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ താഴെ വെക്കുന്ന ട്രേകളിൽ കൂടുതൽ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ലീഡ്സ് ടു ദ എഗ് ലേയിങ് ഓഫ് മോസ്കിറ്റോസ്. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ ദിസ് വർക്ക്സ് വെൽ ഫോർ പ്ലാന്റ്സ് ദാറ്റ് നീഡ് മോർ എയറേഷൻ ആൻഡ് ഡ്രൈ സോയിൽ such as orchids, cacti and succulents. അപ്പൊ ഈ ടെറാക്കോട്ട എന്ന് പറയുന്നത് കൂടുതൽ എയറേഷൻ, അതുപോലെ തന്നെ ഡ്രൈ സോയിൽ ആവശ്യമുള്ളതും എയറേഷൻ ആവശ്യമുള്ളതും കൂടുതൽ എയർ സർക്കുലേഷൻ റൂട്ട് സിസ്റ്റത്തിലോട്ട് ആവശ്യമുള്ളതുമായ പ്ലാന്റ്സിനെ നമുക്ക് ഈ ടെറാക്കോട്ട ടൈപ്പ് പോട്ട്സിൽ നമുക്ക് ഗ്രോ ചെയ്യിക്കാം. അതായത് ഓർക്കിഡ്സ് പോലുള്ളത്, കാക്ടസ് പോലുള്ളത്, സക്യുലൻസ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ നമുക്ക് ഈ ടെറാക്കോട്ട ടൈപ്പ് എന്താ പറയാ പോട്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഡസ് യുവർ പ്ലാന്റ് നീഡ് ഡ്രൈനേജ് ഹോൾസ്? അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് പോട്ട്സ് ആയാലും ടെറാക്കോട്ടയുടെ പോട്ട്സ് ആയാലും നമുക്ക് അതിന് ഡ്രൈനേജ് ഹോളിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ മോസ്റ്റ് കേസസ് പ്ലാന്റ്സ് ഡോണ്ട് ഡു വെൽ ഇൻ സ്റ്റാൻഡിങ് വാട്ടർ. അതായത് എപ്പോഴും വെള്ളം ഉള്ള ഒരു റൂട്ട് സിസ്റ്റത്തില് ഇൻഡോർ പ്ലാന്റ്സ് അത്ര സക്സസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്യില്ല. സോ therefore the pot you pick should have at least one drainage hole in the bottom. അപ്പോൾ ഒരു ബോട്ടത്തില് അറ്റ്ലീസ്റ്റ് വൺ ഡ്രെയിനേജ് ഹോൾ ഉള്ള ഒരു പോട്ട് ആയിരിക്കണം നമ്മൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റിനെ എന്താ പറയാ ഗ്രോ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Then water can easily escape out of it while air is allowed inside. അപ്പോൾ എയർ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ആ വാട്ടർ ഈസിലി എസ്കേപ്പ്
ചെയ്യാൻ പറ്റും. ഈസിലി നമുക്ക് ആ ഒരു ട്രേയിലോട്ട് എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ സിംഗിൾ ഹോൾ ഓർ സിംഗിൾ drainage hole. Okay, then this holds the pot in which your plant grows and is often the pretty parts. Then you can use a regular terracotta or plastic container to actually house the flower. അപ്പൊ നമുക്ക് ഒന്നുകിൽ ടെറാക്കോട്ട മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ യൂസ് ചെയ്യാം. ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിന് പുറമെ നമുക്കൊരു ടെറാക്കോട്ട മെറ്റീരിയൽ വെച്ചിട്ടും ഒരു ഇൻഡോർ പ്ലാന്റിന് നമുക്ക് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ ആ ഒരു മെത്തേഡിനെ നമ്മൾ ഡബിൾ പോട്ടിംഗ് എന്നാണ് നമ്മൾ അതിനൊരു നെയിം കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ക്യാച്ച് പോട്ട്. ക്യാച്ച് പോട്ട് മീൻസ് ഈ ഒരു വാട്ടറിനെ ക്യാച്ച് ചെയ്യാനായിട്ട് നോർമലി ഒരു പോട്ടിന് താഴെ മറ്റൊന്നുകൂടെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ക്യാച്ച് പോട്ട് മെക്കാനിസം, ദാറ്റ് ഈസ് ഡബിൾ പോട്ടിംഗ് എന്ന് പറയുന്നത്. The catch pot doesn't require holes. അപ്പൊ catch potനെ ഹോൾസ് ആവശ്യമില്ല, but it needs to be big enough to hold the saucer and the pot in which the flower is growing. അപ്പൊ ഫ്ലവർ ഗ്രോ ചെയ്യുന്ന ആ പോട്ടും സോസറിനെയും എന്താ പറയാ മൊത്തത്തിൽ അക്യുമുലേറ്റ് ചെയ്യാം, മീൻസ് ഫുള്ളായിട്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ക്യാച്ച് പോട്ട് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ്. സോ ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ ക്യാച്ച് പോട്ട് ടെക്നിക്കിലൂടെ യു ക്യാൻ ചൂസ് എനി കണ്ടെയ്നർ, ഏത് കണ്ടെയ്നർ വേണമെങ്കിലും നമുക്ക് ക്യാച്ച് പോട്ട് ആയിട്ട് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് അതിൽ പറയുന്നത് കുക്കി ജാർസ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ വിക്കർ ബാക്കറ്റ്സ്, ദെൻ മെറ്റൽ ബോക്സസ്, ഗ്ലാസ് ബൗൾസ്. അപ്പൊ എക്സ്ട്രാ ഒരു കണ്ടെയ്നർ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെയും അതുപോലെ തന്നെ ആ പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന പോട്ടിനെയും കൂടെ അക്യുമുലേറ്റ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു കണ്ടെയ്നർ നമുക്ക് യൂസ് ചെയ്യാം. ആ കണ്ടെയ്നർ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ക്യാച്ച് പോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ കണ്ടെയ്നർ ആയിട്ട് നമുക്ക് കുക്കി ജാറോ വിക്കർ ബാസ്ക്കറ്റ്സോ മെറ്റൽ ബോക്സസോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഡിഫറെന്റ് പോട്ട്സിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് പോട്ട്സ് നമ്മുടെ കോളേജില് കോമൺ ആയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടില് നമ്മള് പ്ലാന്റ്സിന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇൻഡോർസ് അല്ല, ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഇങ്ങനെ ഒരു ലാഡർ പോലെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ പ്ലേസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പോട്ട്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഹാങ്ങിങ് പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ്സ് നമുക്ക് ബാൽക്കണി ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല ക്ലൈംബിംഗ് ആയിട്ടുള്ള സ്പീഷീസുകളൊക്കെ, ക്ലൈംബിംഗ് സ്പീഷീസ് മീൻസ് ഇതിനെ പെൻഡ്യുലസ് ആയിട്ട് നിൽക്കുന്ന സ്പീഷീസുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഹാങ്ങിങ് ബാസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാം. അവിടെ ചിലര് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ കോളേജിലേക്ക് വന്നപ്പോ ഇക്കണോമിക്സ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ബോട്ടണിയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്ലാന്റ്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അതിങ്ങനെ കാർവ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ചീപ്പായിട്ട് നമുക്ക് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ നമുക്ക് പ്ലാന്റ്സിനെ, ഇൻഡോർ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിക്കാം. ഓക്കെ, ദെൻ ഇതൊരു യൂഫോർബിയ സ്പീഷീസ് ആണ്. നെക്സ്റ്റ് കൊക്കഡാമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗാർഡൻ, കൊക്കഡാമ ഗാർഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹാങ്ങിങ് ഗാർഡൻസ് എന്നാണ് കോമൺ ആയിട്ട് പറയാ. അത് നമുക്കൊന്ന് നോക്കാം എന്താണ്, വാട്ട് ഈസ് കൊക്കഡാമ. It is a form of Japanese garden art that is centuries old and tied into the practice of bonsai. ഇപ്പൊ ജപ്പാനീസ് ഗാർഡനിലുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഉണ്ടായ ഒരു, അല്ലെങ്കിൽ ആ ജപ്പാൻകാരുടെ ഒരു കല എന്താ പറയാ, ഒരു കലയാണ് കൊക്കഡാമ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതൊരു ബോൺസായി പോലെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ആക്സെന്റ് ടു ദാറ്റ് മോഡ് ഓഫ് plant display where a moss ball is the focal and supporting point for a sculptured tree or plant. ഒരു സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രീയെ
നമ്മളൊരു സപ്പോർട്ടിങ് കൊടുത്തിട്ട് മൂസ് ബോളില് ഗ്രോ ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് കൊക്കഡാമ. The moss ball is fixed to a platform or suspended from the string with the plant growing out from the sphere. അതിന്റെ ഫിഗർ ആണ് നേരത്തെ നമ്മൾ കണ്ടത്. നമ്മുടെ സിത്താര മിസ്സിന്റെ വീട്ടില്, അതുപോലെ തന്നെ അഞ്ജു മിസ്സിന്റെ വീട്ടിലൊക്കെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ അഞ്ജു, ഭവ്യ, അവരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് ആ ഇൻഡോറിൽ പ്ലാൻ വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. നമുക്ക് ഔട്ട്ഡോറിൽ തന്നെ അത്യാവശ്യം പ്ലാൻസ് ഉള്ളത് കൊണ്ട്. Then the art of kokedama literally translates from koke. Koke means moss എന്നാണ്. Then dama means ball എന്നാണ്. അപ്പൊ മോസ് നമ്മളൊരു ബോൾ ലൈക്ക് സ്ട്രക്ചറില് ഫിക്സ് ചെയ്തിട്ട് ആ ബോളിനകത്ത് നമ്മള് നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റിനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം. Okay, this moss ball has experienced a resurgence as a modern art form useful for uniquely presented plants and flowers. And it is a Japanese moss ball makes a personalized gift or simply an interesting accent for a favorite plant specimen. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരു കൊക്കഡാമ പ്ലാന്റിനെ നമുക്ക് കൊടുക്കാം. അത് പക്ഷെ അതിന്റെ കെയറിംഗ് ഒക്കെ വളരെ ഇൻഡോർ പ്ലാന്റ്സ് കെയർ ചെയ്യുന്നേക്കാൾ കൂടുതൽ നമ്മൾ ഈ കൊക്കഡാമ പ്ലാന്റ്സിനെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then kokedama is the practice of taking the root ball of a plant and suspending it in a mud ball which is then coated with a soft green moss. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. നമ്മളൊരു റൂട്ട് ബോൾ ഉണ്ടാക്കിയിട്ട് മോയിസ്റ്റ് സോയിൽ കൊണ്ട് റൂട്ട് ബോൾ ഉണ്ടാക്കി ആ ബോളിലെ മഡ് ആണ് അതിന്റെ മെയിൻ കൺസ്ട്രക്ഷനിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സോയിൽ. ആ സോയിൽ തന്നെ നമുക്ക് ബോൺസായി സോയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ആ കിട്ടുന്ന ബോൺസായി സോയിൽ യൂസ് ചെയ്യുന്നത് അതിൽ ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. Then which is then coated with a soft green moss. അപ്പൊ ഗ്രീൻ മോസ് എന്ന് നമുക്കറിയാം, മോസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ലൈക്കൻസ് അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് അല്ല, ബ്രയോഫൈറ്റ്സ് ആണ് കൂടുതലായിട്ടും മോസസിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഹില്ലി ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ധാരാളം ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പ്ലാന്റ്സിനെയാണ് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ് ഗ്രീൻ മോസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ആ വാട്ടർ കണ്ടന്റ് അതിലെന്നും റീറ്റെയിൻ ചെയ്തിട്ട് നിർത്താനായിട്ട് ഇവിടെ റൂട്ട് സിസ്റ്റത്തിന് അല്ലെങ്കിൽ റൈസോയിഡ്സിന് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ലിവിംഗ് പ്ലാന്റർ ആസ് വെൽ ആസ് എ ഡിസ്റ്റിങ്റ്റീവ് ഡിസ്പ്ലേ പീസ്. Then they may be fixed to a piece of driftwood or bark or suspended from a string or nestled in a clear attractive container. Then hanging many of these as a kokedama moss garden is called a string garden. ഇതുപോലെ ഒരുപാട് കൊക്കഡാമകള് നമ്മൾ ഹാങ് ചെയ്ത് നിർത്തിയാണെങ്കിൽ അത് ഇറ്റ് ഈസ് എ typical example for kokedama moss garden. So it is also known as a string garden. കാരണം എല്ലാത്തിനെയും നമ്മൾ ഹാങ് ചെയ്തിട്ടാണ് ഇടുന്നത്. So it is also known as a string garden. Okay. ഇനി അതിന്റെ സ്റ്റെപ്പുകളായിട്ടാണ് കുറച്ച് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പീഡ് ആക്കാമോ? കഴിഞ്ഞു, ലാസ്റ്റ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ സിബി, താങ്ക് യു. ലാസ്റ്റ് അപ്പൊ എന്റെ പ്രസന്റേഷൻ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നത് ശ്രീരഞ്ജിനി മിസ്സാണ്. പിന്നെ ശില്പ മിസ് എന്നെ വിളിച്ച് ഇന്നലെ നല്ലോണം ഒരു മോട്ടിവേഷൻ ഒക്കെ തന്നു. ഇന്ന് രാവിലെ ശ്രീരഞ്ജിനി മിസ് വിളിച്ചു. അപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. Thank you, Sibi Miss. That was really very beautiful, and it was very simple, very beautiful, and it was very useful also. Thank you so much. Okay. അങ്ങനെ നമ്മുടെ തേർഡ് പ്രസന്റേഷനും കഴിഞ്ഞു. This was to be presented last week, but last week we had the adoration and prayer in our chapel. That's why we postponed it to this week.
week. This is actually the presentation for the month of September. This month itself we will have yet another presentation, and that will be done by the Department of Zoology. And I think this was a great presentation, Miss Sibi. Even though this is your first public class, that was really, really very great and very simple and very interesting also. And I think a few words of gratitude is in order. So first of all, let me thank our very dear, very dear principal, Sister Jeesma, who has been a great support for us throughout. I think she is the greatest, most prompt and most interested listener in all our sessions. Thank you so much, Sister, for your support and graciousness. Thank you so much, dear sister. And our resource person, Miss Sibi, we thank you for that beautiful presentation and your simplicity also. I also thank Mr. Bush Antis for his technical assistance. All the participants, all my friends, for being here, listening to us and supporting us. Thank you so much. And as I told earlier, the next presentation will be handled by the Department of Zoology. Dr. Swapna Joni will be handling our presentation. That will be this 4th Saturday of October. And I invite all of you to be present at that session. Thank you so much. Those who have filled, I